പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി നന്ദി പ്രമേയ ചർച്ചയിൽ പാർലമെന്റിൽ പ്രധാനമന്ത്രി സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണം. कांग्रेस पार्टी ने उसको भुला दिया, सरकारों ने भुला दिया। आज मैं खादी के ताकत देने में सफलतापूर्वक आगे बढ़ा हूं, क्योंकि खादी के साथ, हैंडलूम के साथ करोड़ों बुनकरों की जिंदगी लगी हुई है। मैं उनके कल्याण को देखता हूं। आदरणीय अध्यक्ष जी, हमारी सरकार हर कोने में गरीबी को निकालने के लिए, गरीब को समृद्ध बनाने के लिए अनेक विविध प्रयासों को कर रही है। जिनके लिए वोट बैंक ही था, उनके लिए उनका कल्याण संभव नहीं था। हमारे लिए उनका कल्याण राष्ट्र का कल्याण है और इसलिए हम उसी रास्ते पर चल पड़े। आदरणीय अध्यक्ष जी, कांग्रेस पार्टी ने, यूपीए सरकार ने ओबीसी समुदाय के साथ भी कोई न्याय नहीं किया, अन्याय किया। इन लोगों ने ओबीसी नेताओं का अपमान करने में कोई कोर कसर नहीं छोड़ी है। कुछ दिन पहले जब कर्पूरी ठाकुर जी को भारत रत्न दिया, हमने वो सम्मान किया, लेकिन याद करिए, उस कर्पूरी ठाकुर अति पिछड़े समाज से ओबीसी समाज के उस महापुरुष के साथ പാർലമെന്റിൽ പ്രധാനമന്ത്രി സംസാരിക്കുന്നു. നന്ദി പ്രമേയ ചർച്ചയിൽ നമ്മൾ മറ്റു വാർത്തകളിലേക്ക് കടക്കുന്നു. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സംസ്ഥാന ബജറ്റ്. അധിക വിഭവ സമാഹരണത്തിന് അറ്റകൈ പ്രയോഗമായി ഭൂമിയിലും കോടതിയിലും കൈവച്ച് സംസ്ഥാന ബജറ്റ്. ഭൂമിയുടെ ന്യായവിലയും കോടതി വ്യവഹാര നിരക്കുകളും കുത്തനെ ഉയരും. 1600 രൂപയിൽ തന്നെ തുടരുന്ന ക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യാൻ സംവിധാനമൊരുക്കും. സംസ്ഥാന ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുകയും ഒരു ഗഡു DA പ്രഖ്യാപിക്കുകയും ചെയ്തു. റബ്ബറിന്റെ താങ്ങുവില 10 രൂപ കൂട്ടി 180 ആക്കി. വായ്പയ്ക്ക് കുരുക്ക് വീണതോടെ ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സ്വകാര്യ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആദ്യം ഉയർന്ന ചോദ്യം ക്ഷേമ പെൻഷൻ ഉയരുമോ എന്നതായിരുന്നു. പെൻഷൻ ഉയരില്ല, എന്നാൽ കൃത്യമായി വിതരണം ചെയ്യാൻ പുതിയ സംവിധാനമെന്ന ധനമന്ത്രി. സർ, പങ്കാളിത്ത പെൻഷൻ സമ്പ്രദായം പുനഃപരിശോധിച്ച് ജീവനക്കാർക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് നൽകിയ വിഹിതം തിരികെ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. ഒരു അഷ്വേർഡ് പെൻഷൻ സമ്പ്രദായം നടപ്പിലാക്കുന്നതിന് വേണ്ടി പുതിയ സ്കീം രൂപീകരിക്കും. അടുത്തത് ഒരു അപ്രതീക്ഷിത നീക്കം. സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുന്നതായി പ്രഖ്യാപനം. പകരം സംവിധാനമൊരുക്കും. സർക്കാർ ജീവനക്കാരുടെ ഒരു ഗഡു ക്ഷാമബത്ത ഏപ്രിലിലെ ശമ്പളത്തിനൊപ്പം. കാർഷിക മേഖലയിൽ റബ്ബറിന്റെ വാങ്ങൽ വില 170 രൂപയിൽ നിന്ന് 180 രൂപയാക്കി. വരുമാനം കണ്ടെത്താൻ എന്തൊക്കെ വഴിയെന്ന ചോദ്യത്തിന് ഭൂമിയിൽ തന്നെ ആദ്യ പിടി. ന്യായവില പരിഷ്കരിക്കും. ഇത് രജിസ്ട്രേഷൻ സ്റ്റാമ്പ് നിരക്കുകൾ കുത്തനെ ഉയർത്തും. പിന്നെ കോടതി ചെലവുകളുടെ നിരക്കും ഉയരും. അപ്പീലുകൾ നൽകുന്നതിനും മറ്റും 4 മടങ്ങ് മുതൽ നിരക്ക് വർദ്ധിക്കും. 2010 ശേഷം ഉണ്ടായിട്ടുള്ള വികസനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂമി വിലയിൽ ഉണ്ടായ വർധന കണക്കിലെടുത്ത് സംസ്ഥാനത്തെ ഫെയർ വാല്യൂ കുറ്റമറ്റ രീതിയിൽ പരിഷ്കരിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഫെയർ വാല്യൂ കുറ്റമറ്റ രീതിയിൽ പരിഷ്കരിക്കുന്നതോടൊപ്പം ഓരോ വസ്തുവിൻ്റെ ഉപയോഗക്രമം അനുസരിച്ചുള്ള ഭൂനികുതി നിർണ്ണയിക്കുന്നതിനും നടപടികൾ കൈക്കൊള്ളുന്നതാണ്. മദ്യത്തിന് ഗാലനേജ് ഫീ 5 രൂപയിൽ നിന്ന് 10 രൂപയിലേക്ക് ഉയർത്തി. വർഷം 200 കോടി രൂപയാണ് സർക്കാർ അധികം ലക്ഷ്യമിടുന്നത്. ഇത് നിർമ്മാണ മേഖലയിലെ തുകയായതിനാൽ അന്തിമമായി മദ്യവില ഉയരില്ല എന്നാണ് ബെവ്കോ വിശദീകരിക്കുന്നത്. പാട്ടത്തുക പിരിച്ചെടുക്കാൻ ആംനസ്റ്റി പദ്ധതി പ്രഖ്യാപിച്ച ബജറ്റ് മണൽവാരൽ പുനരാരംഭിക്കുമെന്നും പ്രഖ്യാപിക്കുന്നു. കിഫ്ബി വഴി നടപ്പാക്കുന്ന പദ്ധതികൾ വിവാദങ്ങൾക്കിടെയും തുടരുമെന്നാണ് പ്രഖ്യാപനം. 34,530 കോടിയുടെ മൂലധന ചെലവുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൊതുജന പങ്കാളിത്തമുള്ള ആരോഗ്യ സുരക്ഷാ ഫണ്ടും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്ന് പണം സ്വീകരിച്ച് വികസന പദ്ധതികളും ലക്ഷ്യമിടുന്നു. സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിലേക്ക് വരുമെന്ന സൂചനയും ബജറ്റ് നൽകുന്നു. നവകേരള സദസ്സിൽ വന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ 1000 കോടി നീക്കിവെക്കുന്ന ബജറ്റ് കേരളീയം തുടരുമെന്നും പ്രഖ്യാപിക്കുന്നു. ഇനി കേന്ദ്രം സഹായിച്ചില്ലെങ്കിലോ എന്ന ചോദ്യത്തിന് പ്ലാൻ ബി എന്നതാണ് ധനമന്ത്രിയുടെ ഉത്തരം. അതല്ല, ധനവ്യവസ്ഥയെ കൂടുതൽ കേന്ദ്രീകരിക്കുന്ന നടപടിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെങ്കിലോ കേരളത്തോടുള്ള അവഗണന തുടരുകയാണെങ്കിലോ തീർച്ചയായും നമുക്ക് ഒരു പ്ലാൻ ബിയെക്കുറിച്ച് ആ ഘട്ടത്തിൽ ആലോചിക്കേണ്ടി വരും.
കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ അവതരിപ്പിച്ച വമ്പൻ പ്രഖ്യാപനങ്ങളില്ലാത്ത ബജറ്റ്. മന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിനെ പൊതുവെ ഇങ്ങനെ വിശേഷിപ്പിക്കാം: അധിക വിഭവ സമാഹരണത്തിന് ഊന്നൽ നൽകുമ്പോഴും ജനങ്ങളുടെ മേൽ അധിക ബാധ്യത അടിച്ചേൽപ്പിച്ചിട്ടില്ല എന്നാണ് ധനമന്ത്രിയുടെ നിലപാട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട സർക്കാർ ജീവനക്കാരെ കൂടെ നിർത്താനും ബജറ്റിൽ നീക്കമുണ്ട്. എന്നാൽ പതിവ് നയത്തിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ മേഖലകളിലും സ്വകാര്യ നിക്ഷേപത്തെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നുമുണ്ട് ബജറ്റ്. VA ഗിരീഷ്, 24, തിരുവനന്തപുരം. സംസ്ഥാന ബജറ്റിന്റെ പേരിൽ പരസ്പരം കൊമ്പുകോർത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും. സംസ്ഥാനത്തിന്റെ പ്രതിസന്ധികൾക്ക് കാരണം മുൻ UDF സർക്കാരാണെന്ന ധനമന്ത്രിയുടെ പ്രസ്താവന നിയമസഭയിൽ ബഹളത്തിനിടയാക്കി. ധനമന്ത്രി ബജറ്റിന്റെ വിശ്വാസ്യത തകർത്തുവെന്ന് കുറ്റപ്പെടുത്തിയ പ്രതിപക്ഷം മന്ത്രി KN ബാലഗോപാലിനെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ചു. കുടുംബശ്രീ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതാണ് KN ബാലഗോപാലിന്റെ ബജറ്റ്. ക്ഷേമ പെൻഷൻ ഉയർത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഉണ്ടായില്ല. ഇന്ധന സെസ്സിൽ മാറ്റം പ്രതീക്ഷിച്ചെങ്കിലും അതിനെക്കുറിച്ച് ബജറ്റിൽ പരാമർശിച്ചു പോലുമില്ല. പങ്കാളിത്ത പെൻഷൻ സംവിധാനം മാറ്റുന്നതും ആരോഗ്യ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സഹായങ്ങളുമാണ് സർക്കാർ ബജറ്റിൽ ഉയർത്തുന്ന നേട്ടങ്ങൾ. കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിയതിനു പുറമെ പ്രതിപക്ഷം സഹകരിക്കാത്തതും ക്ഷേമ പെൻഷനിലും KSRTCയിലുമടക്കം പ്രതിസന്ധിക്ക് കാരണം UDF സർക്കാരാണെന്ന വിമർശനവും സഭയിൽ ബഹളത്തിന് വഴിവെച്ചിരുന്നു. വിഭവ സമാഹരണം സംബന്ധിച്ചാണ് സാർ. വിഭവ സമാഹരണം അല്പം ഉണ്ട്, മൊത്തം വായിക്കേണ്ടതാണ്. ടാക്സ് ആയതുകൊണ്ട് കുറച്ച് അധികം ടാക്സ് വരുന്നതിൽ നിർദ്ദേശങ്ങൾ കൂടുതലുണ്ട് സാർ. അപായകരമായ സൂചന നൽകുന്ന ബജറ്റെന്നായിരുന്നു പ്രതിപക്ഷ വിമർശനം. കേരളം കൂടുതൽ ധനപ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി ബജറ്റിന്റെ വിശ്വാസ്യതയാണ് ഇന്ന് ധനകാര്യമന്ത്രി തകർത്തത്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തി പ്രതിപക്ഷത്തിനെ വിമർശിച്ച് ബജറ്റിന്റെ പവിത്രതയും ധനകാര്യ വകുപ്പ് മന്ത്രി നഷ്ടപ്പെടുത്തി. അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രത്യേക ഊന്നൽ നൽകുന്നുവെന്നും വലിയ രീതിയിൽ കേരളത്തിന് കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ബജറ്റാണെന്നും ധനമന്ത്രി. മലയാളികളുടെ ജീവിതത്തെയും സൗകര്യങ്ങളെയും കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഒരുമിച്ച് സാധിക്കും. അതിനുള്ള ദിശാസൂചകങ്ങളായ പദ്ധതികളും പ്രഖ്യാപനങ്ങളുമാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വരുന്ന തലമുറകൾക്ക് കൂടി വേണ്ടി ഈ നാടിനെ കൂടുതൽ മികവുറ്റതാക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കേന്ദ്ര സർക്കാരിനെ പ്രത്യക്ഷമായി പ്രതിരോധത്തിലാക്കി റബ്ബർ താങ്ങുവിലയടക്കം വർദ്ധിപ്പിക്കുന്നതിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ബജറ്റ് നീക്കമെന്ന് ഉറപ്പായി. 24, തിരുവനന്തപുരം. സംസ്ഥാന ബജറ്റിനെ രൂക്ഷമായി വിമർശിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ബജറ്റ് പരാമർശങ്ങൾ പലതും വസ്തുതാവിരുദ്ധമെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞു. ഈ ബജറ്റ് വെറും വാചക കസർത്തുകൾ മാത്രമാണ്. സമ്പദ്ഘടനയെ രക്ഷപ്പെടുത്താൻ ധനകാര്യമന്ത്രിക്ക് മുന്നിൽ പ്രായോഗികമായിട്ടുള്ള ഒരു നടപടിയോ ഒരു പുതിയ പരിഷ്കാരമോ ഇല്ല. കേരളത്തിൻ്റെ തകർച്ചയ്ക്ക് കേന്ദ്രമാണ് ഉത്തരവാദി എന്നുള്ള രാഷ്ട്രീയ വിമർശനം നടത്താനാണ് അദ്ദേഹം ഈ ബജറ്റ് പ്രസംഗത്തിൽ മഹാഭൂരിപക്ഷം സമയവും ഉപയോഗിച്ചത്. കേരളത്തിൻ്റെ തനത് പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് ഒരു തരത്തിലും താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരു പ്രായോഗിക നടപടിയും മുന്നോട്ട് വയ്ക്കുന്ന ബജറ്റല്ല ഇത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കരണവുമായി സംസ്ഥാന സർക്കാർ. സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സ്കൂളുകളുടെ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡിംഗ് ഏർപ്പെടുത്തും. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് 1736 കോടിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് 456 കോടിയും ബജറ്റിൽ അനുവദിച്ചു. ഉന്നത പൊതുവിദ്യാഭ്യാസ മേഖലകളിൽ കൂടുതൽ പരിഷ്കാരങ്ങൾക്ക് സർക്കാർ ഒരുങ്ങുന്നുവെന്ന സൂചനയാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ ബജറ്റ് അവതരണം നൽകുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ രാജ്യം വിടുന്നുവെന്ന് സംബന്ധിച്ച ധനമന്ത്രി കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുമെന്നും പ്രഖ്യാപിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നികുതി ഇളവുകൾ നൽകി കൂടുതൽ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ടുള്ള വികസനങ്ങളാണ് നടപ്പാക്കുക. സാർ, ധാരാളം വിദേശ വിദ്യാർത്ഥികൾ ഇന്ന് ഉന്നത വിദ്യാഭ്യാസത്തിനായി കേരളത്തിലെ വിവിധ സർവകലാശാലകളിലേക്ക് എത്തുന്നുണ്ട്. മേൽ സൂചിപ്പിച്ച നടപടികളിലൂടെ കൂടുതൽ വിദേശ വിദ്യാർത്ഥികളെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ കഴിയും. സ്വകാര്യ സർവകലാശാല ആരംഭിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും ഒരു സ്കൂൾ മോഡൽ സ്കൂളായി ഉയർത്തും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് 382 കോടി രൂപ നീക്കിവെച്ചു. സ്കൂളുകൾ ഭിന്നശേഷി സൗഹൃദമാക്കാൻ 10 കോടിയും സാങ്കേതിക സൗഹൃദമാക്കാൻ 27 കോടിയും പ്രഖ്യാപിച്ചു. 24, തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് 2.5 മണിക്കൂർ നീണ്ട ബജറ്റ് പ്രസംഗം ധനമന്ത്രി KN ബാലഗോപാൽ ആരംഭിച്ചതും അവസാനിപ്പിച്ചതും. ഓരോ പദ്ധതിയും മേഖലകളും പ്രതിപാദിക്കുമ്പോൾ കേന്ദ്ര അവഗണന എണ്ണി പറഞ്ഞു. അവഗണന തുടർന്നാൽ കേരള സർക്കാർ പ്ലാൻ B സ്വീകരിക്കുമെന്നും പ്രഖ്യാപനം. ബജറ്റ് പ്രസംഗത്തിൽ പ്രതിപക്ഷത്തെയും രൂക്ഷമായി വിമർശിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ബജറ്റിലാകെ ഉണ്ടായിരുന്നത്. സാമ്പത്തിക ഉപരോധത്തിലേക്ക് കേരളത്തെ കേന്ദ്ര സർക്കാർ തള്ളിവിടുകയാണ്. കേന്ദ്രത്തിന്റെ ശത്രുതാ മനോഭാവം കൊണ്ടെന്നും കേരളം തകരില്ല, തളരില്ല, തകർക്കാനാവില്ല എന്നതാണ് മുദ്രാവാക്യമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കേന്ദ്രത്തിന്റെ സമീപനത്തിൽ
പരിതപിച്ച് കയ്യും കെട്ടി നോക്കി നിൽക്കാനല്ല കേരളം തയ്യാറാവേണ്ടത്. പകരം തകരില്ല കേരളം, തളരില്ല കേരളം, തകർക്കാനാവില്ല കേരളത്തെ എന്ന ശക്തമായ വികാരത്തോടു കൂടി നമുക്ക് മുന്നേറാൻ കഴിയണം. സുപ്രീം കോടതിയിലെ നിയമപോരാട്ടവും കേന്ദ്ര സർക്കാരിനെതിരായ സമരവും ബജറ്റിൽ പ്രതിപാദിച്ചു. എല്ലാ മലയാളികളുടെയും സഹകരണവും അഭ്യർത്ഥിച്ചു. ഈ ആനുകൂല്യങ്ങൾ നിലനിർത്താനും വർദ്ധിപ്പിക്കാനും സംസ്ഥാന സർക്കാരിൻ്റെ ഭരണഘടനാപരമായ അധികാരങ്ങളെയും അവകാശങ്ങളെയും സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയിട്ടാണ് ഡൽഹിയിൽ സമരം സംഘടിപ്പിക്കുന്നതും സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം നടത്തുന്നതും. ഇവ രണ്ടിലും മുഴുവൻ കേരളീയരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. സംസ്ഥാനത്തോടുള്ള അവഗണന തുടർന്നാൽ പ്ലാൻ ബി ആലോചിക്കുമെന്നും വെല്ലുവിളി. അതല്ല, ധനവ്യവസ്ഥയെ കൂടുതൽ കേന്ദ്രീകരിക്കുന്ന നടപടിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെങ്കിലോ കേരളത്തോടുള്ള അവഗണന തുടരുകയാണെങ്കിലോ തീർച്ചയായും നമുക്ക് ഒരു പ്ലാൻ ബിയെക്കുറിച്ച് ആ ഘട്ടത്തിൽ ആലോചിക്കേണ്ടി വരും. പ്രതിപക്ഷ വിമർശനവും ചേർത്തതായിരുന്നു ഇത്തവണത്തെ സംസ്ഥാന ബജറ്റ്. കേന്ദ്ര അവഗണന പ്രതിപക്ഷത്തിന് ബോധ്യപ്പെട്ടത് വൈകിയെന്നും പരിഹാസം. സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന സാമ്പത്തിക വിദഗ്ധർ പോലും കേന്ദ്ര അവഗണനയുണ്ട് എന്ന് അംഗീകരിക്കുന്നു. കേന്ദ്രത്തിനെതിരായ സമരത്തിൽ ഞങ്ങളോടൊപ്പം ചേരാൻ തയ്യാറല്ലെങ്കിലും ഇപ്പോൾ പ്രതിപക്ഷവും അവഗണനയുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. ഇത് സ്വാഗതാർഹമാണ്. വൈകിയാണെങ്കിലും കേരളത്തോടുള്ള അവഗണന പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും പ്രതിപക്ഷം പറയുന്നുണ്ട്. പ്രതിപക്ഷത്തെ വിമർശിക്കാനുള്ള ഡോക്യുമെന്റാണോ ബജറ്റ് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുചോദ്യം. യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി ബജറ്റിന്റെ വിശ്വാസ്യതയാണ് ഇന്ന് ധനകാര്യമന്ത്രി തകർത്തത്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തി പ്രതിപക്ഷത്തിനെ വിമർശിച്ച് ബജറ്റിന്റെ പവിത്രതയും ധനകാര്യ വകുപ്പ് മന്ത്രി നഷ്ടപ്പെടുത്തി. ബജറ്റ് പ്രസംഗത്തിലുടനീളം കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് ധനമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചതും കേന്ദ്ര വിമർശനത്തോടെയാണ്. 24 തിരുവനന്തപുരം. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം തുടരുന്നു. തത്സമയ സംപ്രേഷണം. अध्यक्ष जी, ये सारे काम हमारे नौजवानों के लिए सबसे ज्यादा रोजगार लाने वाले काम हैं, सबसे ज्यादा रोजगार के अवसर पैदा करते हैं. आदरणीय अध्यक्ष महोदय, 10 वर्ष में टूरिज्म सेक्टर में अभूतपूर्व उछाल आया है. हमारे देश में ये ग्रोथ और टूरिज्म सेक्टर ऐसा है जिसमें कम से कम पूंजी निवेश में अधिक से अधिक लोगों को रोजगार देने वाला अवसर है और सामान्य से सामान्य व्यक्ति को भी ये रोजगार देने वाला अवसर है. स्वरोजगार की सबसे ज़्यादा संभावनाएं वाला टूरिज्म क्षेत्र है. 10 वर्ष में एयरपोर्ट 2 गुने बने. भारत सिर्फ एयरपोर्ट बने ऐसा नहीं है, भारत दुनिया का तीसरा बड़ा डोमेस्टिक एविएशन सेक्टर बना, दुनिया के तीसरे बड़े. हम सबको खुशी होनी चाहिए. भारत की जो एयरलाइंस कंपनियां हैं उन्होंने 1000 नए एयरक्राफ्ट का ऑर्डर दिए. देश में 1000 नए एयरक्राफ्ट. और जब इतने सारे हवाई जहाज ऑपरेट होंगे, सारे एयरपोर्ट कितने धमधमते होंगे, कितने पायलट्स की जरूरत पड़ेगी, कितने हमें क्रू मेंबर चाहिए, कितने इंजीनियर चाहिए, कितने ग्राउंड सर्विस के लिए लोग चाहिए. यानी रोजगारी के नए नए क्षेत्र खुलते जा रहे हैं. പ്രധാനമന്ത്രിയുടെ പ്രസംഗം തുടരുകയാണ്. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ വരണാധികാരി ജനാധിപത്യത്തെ കൊല ചെയ്തെന്ന് സുപ്രീം കോടതി. ബാലറ്റ് പേപ്പറിൽ കൃത്രിമം നടത്തിയെന്ന് വ്യക്തമായെന്നും വരണാധികാരിയെ വിചാരണ ചെയ്യണമെന്നും കോടതി പരാമർശിച്ചു. ആം ആദ്മി പാർട്ടിയുടെ ഹർജിയിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണം ബിജെപിക്ക് കനത്ത തിരിച്ചടിയാണ്. ചണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ മേയർ തെരഞ്ഞെടുപ്പ് നടന്നത് ജനുവരി 30-ന്. ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സംയുക്ത സ്ഥാനാർത്ഥി കുഷ്ദീപ് സിംഗ് വിജയം ഉറപ്പിച്ചിരുന്നു. എന്നാൽ ബിജെപിയുടെ മനോജ് സോങ്കർ അട്ടിമറി വിജയം നേടി. 8 വോട്ടുകൾ അസാധുവാക്കാനുള്ള വരണാധികാരി അനിൽ മഹ്സിഹിന്റെ തീരുമാനമാണ് ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടിയായത്. ഇതിനെതിരെയാണ് ആം ആദ്മി പാർട്ടി സുപ്രീം കോടതിയെ സമീപിച്ചത്. ബാലറ്റ് പേപ്പറിൽ കൃത്രിമം നടന്നത് വ്യക്തമായതായി കോടതി നിരീക്ഷണം. ജനാധിപത്യത്തെ ഈ വിധം കൊല്ലാൻ സമ്മതിക്കില്ലെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ഫെബ്രുവരി 7-ന് നടത്താൻ നിശ്ചയിച്ച മുനിസിപ്പൽ കൌൺസിൽ യോഗം സുപ്രീം കോടതി മരവിപ്പിച്ചു. ഭരണാധികാരിക്കെതിരെ നടപടി വേണമെന്നും കോടതി ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുക്കപ്പെട്ട 35 അംഗങ്ങൾക്കും MP-ക്കും വോട്ടവകാശമുള്ള മുനിസിപ്പൽ കോർപ്പറേഷനിൽ ആം ആദ്മി കോൺഗ്രസ് സഖ്യത്തിന് 20 അംഗങ്ങളുണ്ട്. BJP പക്ഷത്ത് 15 അംഗങ്ങളും MP-യും. 8 വോട്ടുകൾ അസാധുവായതോടെ 12-നെതിരെ 16 വോട്ടുകൾക്കാണ് BJP സ്ഥാനാർത്ഥി ജയിച്ചത്. വോട്ട് തിരിമറി ആരോപിച്ച് ആം ആദ്മി പാർട്ടി ഡൽഹിയിലെ BJP ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ഹൈക്കോടതി അടിയന്തര ഇടപെടലിന് വിസമ്മതിച്ചതോടെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ന്യൂസ് ഡെസ്ക് 24. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ.
ജാർഖണ്ഡിൽ ചമ്പൈ സോറൻ സർക്കാരിന് വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം. ജെഎംഎം കോൺഗ്രസ് സർക്കാരിനെ അനുകൂലിച്ച് 47 MLA-മാർ വോട്ട് ചെയ്തു. തൃശൂർ എടത്തുരുത്തി ചൂരൂരിൽ KSEB ജീവനക്കാർ നേന്ത്രവാഴകൾ വെട്ടിനശിപ്പിച്ചു. നടപടി വാഴകൾ വൈദ്യുതി ലൈനിൽ മുട്ടിയെന്ന പേരിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റിൽ തീരുമാനമായില്ല. ഈ മാസം 14-ന് വീണ്ടും UDF നേതൃയോഗം. കോട്ടയത്തെ സ്ഥാനാർത്ഥി നിർണയത്തിന് PJ ജോസഫിനെ ചുമതലപ്പെടുത്തി കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി യോഗം. LDF സീറ്റ് വിഭജനത്തിൽ 10-ാം തീയതിയോടെ ധാരണയാകുമെന്ന് EP ജയരാജൻ. മാസപ്പടി വിവാദത്തിൽ കൊച്ചിയിലെ CMRL ഓഫീസിൽ SFIO പരിശോധന. രേഖകൾ പരിശോധിച്ചു. ജീവനക്കാരുടെ മൊഴിയെടുത്തു. വ്യാജ മയക്കുമരുന്ന് കേസിൽ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ കുടുക്കിയാളെ തിരിച്ചറിഞ്ഞു. ബന്ധുവിന്റെ സുഹൃത്ത് തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസിനെ പ്രതി ചേർത്തു.